Hello everyone. നിങ്ങളിൽ പലർക്കും എൻക്ലെക്സ് ആർ എക്സാമിനെ പറ്റി നല്ല പരിചയം ഉണ്ടായിരിക്കും. ഇതിൽ പലരും എൻക്ലെക്സ് ആർ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരും അതിനെപ്പറ്റി ആലോചിക്കുന്നവരും അല്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായകരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എൻക്ലെക്സ് ആർ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. USA അല്ലെങ്കിൽ കാനഡയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എൻക്ലെക്സ് ആർ എക്സാം എന്ന ഒരു എക്സാം പാസ്സാകണം, അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ എക്സാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് നമ്മൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാം, അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഒരു ടാസ്ക് ആയിട്ട് മാറാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ടും ആൻസർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്, നമ്മളുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ ഷോർട്ട് ആൻസേഴ്സ് എഴുതുക, അതല്ലെങ്കിൽ എസ്സേസ് എഴുതുക, അങ്ങനത്തെയൊക്കെ. പക്ഷേ ഇവിടെ എൻക്ലെക്സ് ആർ എക്സാമിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഈ 4 ഓപ്ഷൻസിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കും. നമ്മൾ പലപ്പോഴും ഓർക്കും അത് വളരെ ഈസി ആണല്ലോ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ. പക്ഷേ അത് അത്ര ഈസി അല്ല. അതിന് കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളുടെ നോളജ് ഒരു സ്പെസിഫിക് നോളജ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറി നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ഒരു ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ സ്ട്രാറ്റജീസ് ചെറുതായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഒരു സമ്മറി പോലെ ഞാൻ ആദ്യമേ അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. അതിനുശേഷം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കീ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് അവോയ്ഡ് ആസ്കിങ് യുവർ സെൽഫ് വെൽ വാട്ട് ഇഫ് എന്ന്, അങ്ങനെ ഒരു ചോദ്യം അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനു മുൻപ് മറ്റ് ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺലി ഓൺ ദ ഇൻഫർമേഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. റീഡ് എവറി വേർഡ് ആൻഡ് മേക്ക് എ ഡിസിഷൻ റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ 3 ഭാഗങ്ങളാണ്. ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ഇവന്റ് ഉണ്ടായിരിക്കും. ഇവന്റ് എന്ന് വെച്ചാൽ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻറ്റിനെ പറ്റിയാണ് ഈ ചോദ്യം, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് എന്ത് സംഭവിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇവന്റ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, പിന്നെ അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഇവന്റ് പ്ലസ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വായിക്കണം. എന്നിട്ട് നമ്മൾ അതിനെ മാത്രം കൺസിഡർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ ദ സ്ട്രാറ്റജിക് വേർഡ്സ്. സ്ട്രാറ്റജിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 or 3 വാക്കുകൾ ഉണ്ടായിരിക്കും ആ ക്വസ്റ്റ്യനകത്ത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓൾവേസ് യൂസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ പ്രോസസ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ന് തന്നെ പറയാം 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും കാൻഡിഡേറ്റ്സിന് 2 ഓപ്ഷനിലാണ് മെയിനായിട്ട് പ്രോബ്ലം വരാറുള്ളത്. 2 ഓപ്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ
രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാറ്റഗറൈസേഷൻ ആണ് പോസിറ്റീവ് ഇവന്റ് ക്വയറി ആൻഡ് നെഗറ്റീവ് ഇവന്റ് ക്വയറി. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ഇവന്റ് ക്വയറി ആണോ നെഗറ്റീവ് ഇവന്റ് ക്വയറി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ഓൾ യുവർ നഴ്സിംഗ് നോളജ്. നമ്മളെ തിയറി ക്ലാസ്സിൽ പഠിച്ച നമ്മളുടെ നഴ്സിംഗ് നോളജ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമുക്ക് മനസ്സിലായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ വി ആർ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൗ ടു അവോയ്ഡ് റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഇഫ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ എന്ന് ആലോചിക്കാതിരിക്കുക. അത് ഒത്തിരി സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു അബദ്ധമാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് കുറച്ച് ഒരു എബോവ് ആവറേജ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും കുറച്ച് തിയറി നോളജ് ഒക്കെ ഇച്ചിരി കൂടുതലൊക്കെ ഉള്ള അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് ആണ് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഇൻ ഡെപ്തിൽ നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു കൺസിഡർ ഓൺലി ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അത് അടുത്ത മറ്റൊരു പോയിന്റ് ആണ്. നമ്മൾ അവോയ്ഡ് റീഡിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അവിടെ ഓർക്കേണ്ട ഒരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ യു ഡോണ്ട് റീഡ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ, but you need to consider each and every information given in the question. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലുക്ക് ഫോർ ദി സ്ട്രാറ്റജിക് വേർഡ്സ്. ലുക്ക് ഫോർ ദ സ്ട്രാറ്റജിക് വേർഡ്സ്. അപ്പൊ ഈ സ്ട്രാറ്റജിക് വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് തന്നെ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക് വേർഡ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക് വേർഡ്സ് ആണ് വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഇനീഷ്യൽ സ്റ്റെപ്പ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഇനീഷ്യൽ അസസ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ. അതുപോലെ സൈഡ് ഇഫക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മേജർ സൈഡ് ഇഫക്റ്റ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടോക്സിക് ഇഫക്റ്റ്. അപ്പൊ അവിടെ നമ്മൾ സൈഡ് ഇഫക്റ്റ് കേട്ടു, ടോക്സിക് ഇഫക്റ്റ് കേട്ടു, ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ഇതൊരു ഇന്റർചേഞ്ചബിൾ ആയിട്ടൊക്കെ ആയിരിക്കും കാൻഡിഡേറ്റ്സ് ഉപയോഗിക്കുക. പക്ഷെ സത്യത്തിൽ അത് രണ്ടും രണ്ടാണ്. ഓക്കെ, സൈഡ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഒരാൾ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ പേഷ്യൻറ്റിന് കുറച്ച് തലവേദന ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഗ്യാസ്ട്രിക് അപ്സെറ്റ്, നമുക്കറിയാം ചില ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് അപ്സെറ്റ് ഉണ്ടായേക്കാം. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് നമ്മൾ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നമ്മൾ ഈ മെഡിസിൻ എടുക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേ ഡോക്ടർ പറയുന്ന നമുക്ക് ചിലപ്പോൾ ഇച്ചിരി വയറ്റിലൊരു അപ്സെറ്റ് ഒക്കെ ഉണ്ടായേക്കാം, ചിലപ്പോൾ അതിനുവേണ്ടി വേറെ എന്തെങ്കിലും മെഡിസിൻ അവർ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് സൈഡ് ഇഫക്റ്റ്. അപ്പോൾ സൈഡ് ഇഫക്റ്റ് വന്നതുകൊണ്ട് നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പൊതുവെ നമ്മൾ അതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയോ അല്ലെങ്കിൽ അത് കൂടെ തന്നെ നമ്മൾ കഴിക്കുക. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഇഫക്ട്സ് പലപ്പോഴും കുറച്ച് മൈൽഡ് ആയിരിക്കും. ഓക്കെ, അതേസമയം ടോക്സിക് ഇഫക്ട്സ് അങ്ങനെയല്ല. ടോക്സിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഡോസ് കൂടുതലായിപ്പോയി, അതുകൊണ്ടുണ്ടാകുന്ന ടോക്സിസിറ്റി കൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ് ആണ്. അത് പലപ്പോഴും കുറച്ച് സീരിയസ് ആയിരിക്കും. ഈവൻ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒക്കെയുള്ള ടോക്സിക് ഇഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കണം, ഇത് സൈഡ് ഇഫക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, ടോക്സിക് ഇഫക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സ്ട്രാറ്റജിക് വേർഡ്സ് ആണ്. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതാണ് കൂടുതലായിട്ടും ഇപ്പം നമ്മുടെ നെക്സ്റ്റ്
ജനറേഷൻ NCLEX RN എക്സാം ഒക്കെ വന്നു. അപ്പോൾ കൂടുതലും അതിൻ്റെ ടൈപ്സ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നാലും കൂടുതൽ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ചോദ്യം, അതിന് 4 ഓപ്ഷൻസ്, അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ്. മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതിന് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സിൽ 4 ഓപ്ഷനാണ് ഉള്ളത്, 4ൽ ഒരു ഓപ്ഷൻ കറക്റ്റ് ആൻസർ. പക്ഷെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അതിന് 7ഓ 8ഓ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ചിലപ്പോൾ 4 അല്ലെങ്കിൽ 5 ഓപ്ഷൻസ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരാം. അപ്പം നമ്മൾ 4ഓ 5ഓ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനകത്ത് അത് വളരെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ അല്ലെങ്കിൽ സാട്ട ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് കുറച്ച് ഒരു ഡിഫിക്കൽട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടെയും ഒക്കെ നമ്മൾ അതിലേക്കൊക്കെ അതിനൊക്കെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ, ഈ മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യനകത്ത് നമ്മളിപ്പോൾ 4 എണ്ണമായിരുന്നു ശരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ്. പക്ഷെ അതിനകത്ത് നമ്മൾ 4ന് പകരം നമ്മൾ 5 എണ്ണം എഴുതി, അല്ലെങ്കിൽ 4 എണ്ണം എഴുതിയില്ല, 3 എണ്ണം എഴുതിയുള്ളൂ, അല്ലെങ്കിൽ 4 എണ്ണം എഴുതി പക്ഷെ അതിനകത്ത് 3 എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഒരെണ്ണം തെറ്റ് ഓപ്ഷനായി പോയി സെലക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും നമുക്ക് ആ ആൻസർ അല്ലെങ്കിൽ നമുക്ക് ആ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളി ആയിരിക്കണം ഉത്തരം എഴുതുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ 6 അല്ലെങ്കിൽ 7 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു, അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ഉത്തരം നമ്മൾ വിട്ട് കളയുന്നില്ല. പക്ഷെ അതിനിപ്പോൾ 5ാമത്തെ ഓപ്ഷനെ എടുത്ത് 1ാമതാക്കുന്നു, 4ാമത്തേനെ എടുത്ത് 3ാമതാക്കുന്നു, 2ാമത്തേനെ എടുത്ത് 3ാമതാക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഓർഗനൈസ് ചെയ്യുന്നു. അപ്പൊ എവിടെയാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണെങ്കിലും യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻ ഓൾസോ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എലിമിനേഷൻ മെത്തേഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എലിമിനേറ്റ് ചെയ്യുക. 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ഒരുവിധം എളുപ്പമായിരിക്കും. അടുത്ത 2 ഓപ്ഷനിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇനി അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ജസ്റ്റ് കൂടുതലും കാൽക്കുലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു IV ഫ്ലൂയിഡിന്റെ ഫ്ലോ റേറ്റ് എത്ര ഡ്രോപ്പ് വേണം, അല്ലെങ്കിൽ ഇൻടേക്ക് ഔട്ട്പുട്ടിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ എക്സാമിൻ്റെ ആ സ്ക്രീനിൽ തന്നെ കാൽക്കുലേറ്റർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കാൽക്കുലേറ്റർ എടുത്ത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ശ്രദ്ധയോടെ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻ ആൻസർ എഴുതുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഈവന്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിനകത്തെ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ക്വയറി ഉണ്ടായിരിക്കും, ആൻഡ് ദെയർ ആർ ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഭാഗവും ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ കെയർഫുള്ളി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന് ഉത്തരം എഴുതാനായിട്ട്. അപ്പൊ നമ്മളതിനകത്ത് അതിൻ്റെ എന്തിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് വേർഡ്സ്. ഈ സ്ട്രാറ്റജിക് വേർഡ്സ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പല തരത്തിലുള്ള സ്ട്രാറ്റജിക് വേർഡ്സ്, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിക് വേർഡ്സ് വിൽ ടെൽ യു വാട്ട് ടു ലുക്ക് ഫോർ. അപ്പൊ അതാണ് സ്ട്രാറ്റജിക് വേർഡ്സിന്റെ ഇമ്പോർട്ടൻസ് തന്നെ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കാര്യം പ്രയോറിറ്റി, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന സ്ട്രാറ്റജിക് വേർഡ്സ് എന്ന് വെച്ചാൽ ബെസ്റ്റ്, അല്ലെങ്കിൽ ഏർലി, അല്ലെങ്കിൽ ലേറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഏർലി സൈൻ ഓഫ് ഇൻക്രീസ് ഇൻട്രാക്രൈനൽ പ്രഷർ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ ഓപ്ഷൻസിനകത്ത് തന്നിട്ടുണ്ടാകുന്ന 4 ഓപ്ഷൻ ഉള്ളതിനകത്ത് 4ൽ 3 എണ്ണവും ഇൻക്രീസ്ഡ് ICPയുടെ ലേറ്റ് സൈൻസ് ആയിരിക്കും. യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി
ഏർലി സൈൻ. അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഇതെല്ലാം ഇൻക്രീസ്ഡ് ഐസിപിയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണല്ലോ, ഇതെന്താ ഇങ്ങനെ തന്നിരിക്കുന്നത്? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാമായിരിക്കണം, ഇതെല്ലാം ഏർലി സൈൻസ് ആണ്, ഇതെല്ലാം ലേറ്റ് സൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഏർലി സൈൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളുടെ നോളജ് സ്പെസിഫിക് ആയിരിക്കണം. ഇനി വീണ്ടും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ജനറൽ ആയിട്ടൊക്കെ പഠിക്കും. ഇപ്പം ഇൻക്രീസ്ഡ് ഐസിപിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പറയും ഈ ലേറ്റ് സയൻസ്, വൈറ്റൽ സയൻസ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ ലേറ്റ് സയൻസ് ആയിട്ട് കണക്കാക്കും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലേക്കൊക്കെ അത് നമുക്ക് പിന്നീട് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അതുപോലെ ഇമ്മീഡിയറ്റ്, ഇനീഷ്യൽ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടായിരിക്കും, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ആ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല നമ്മൾ ആൻസർ ആയിട്ട് എഴുതി വെക്കേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ ഇപ്പം നമ്മൾ ഒരു അസസ്മെന്റ്, പല തരത്തിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തുള്ള സ്ട്രാറ്റജിക് വേർഡ്സ് എന്ന് വെച്ചാൽ അസർട്ടൻ, അസസ്, ചെക്ക്, കളക്ട്, ഡിറ്റർമൈൻ, അങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരിക്കും ഈ അസസ്മെന്റ് ക്വസ്റ്റ്യൻസിനകത്ത്, അല്ലെങ്കിൽ മോണിറ്റർ, ഒബ്സർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചില ഈ സ്ട്രാറ്റജിക് വേർഡ്സ് പ്രയോറിറ്റൈസ് ചെയ്യാൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ആ സ്ട്രാറ്റജിക് വേർഡ്സ് വിൽ ലീഡ് യു ടു ദറ്റ് മെയിൻ പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ്, ഏത് കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ശ്രദ്ധിക്കാൻ സഹായിക്കും. ഓക്കെ, പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്തിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ ഇമ്മൊബിലിറ്റിയെ പറ്റിയാണോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പെയിനിനെ പറ്റിയാണോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സ്ലീപ്ലെസ്നെസ്സിനെ പറ്റിയാണോ, അതല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും കാര്യം ചോദിച്ചു, നമ്മളൊരു കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യമാണോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണം. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇവന്റ് ക്വയറീസ്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇവന്റ് ക്വയറീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചോദ്യങ്ങളെല്ലാം പോസിറ്റീവ് ഇവന്റ് ക്വയറി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. The nurse provides instructions to a client, medication instructions to a client about digoxin. Okay, which statement by the client indicates an understanding of its adverse effects. എന്ന് പറഞ്ഞാൽ ഡിജോക്സിൻ എടുക്കുന്ന ഒരു പേഷ്യൻറ്റിന് മെഡിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പേഷ്യൻ്റ് പറയുന്ന ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് പേഷ്യൻറ്റിന് അതിൻ്റെ ഈ ഡിജോക്സിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സിനെ പറ്റി മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാക്കി തരണം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ തിയറി ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുന്നു, അപ്പോൾ അതിനകത്തുനിന്ന് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പേഷ്യൻറ്റിന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് മനസ്സിലാകും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നെഗറ്റീവ് ഇവന്റ് ക്വയറി ഉണ്ട്. നെഗറ്റീവ് ഇവന്റ് ക്വയറിയിൽ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെയിം സിറ്റുവേഷൻ തന്നെ എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലയന്റ് ഇൻഡിക്കേറ്റ്സ് എ നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ എന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പേഷ്യൻറ്റിന് നമ്മൾ കൂടുതൽ ഫർദർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, പേഷ്യൻറ്റ് നീഡ്സ് ഫർദർ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4ൽ 3ഉം കറക്റ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ ഡിജോക്സിൻ എടുക്കുന്ന പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡിജോക്സിൻ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ചെയ്യരുതാത്തത് എന്ത്, അത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അത് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ചോദ്യമൊക്കെ മനസ്സിലായി, ഓപ്ഷൻസ് ഒക്കെ വായിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഏറ്റവും കറക്റ്റായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു പോയിന്റ് എഴുതി അങ്ങോട്ട് വെക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു വളരെ കോമൺ ആയിട്ട് കാൻഡിഡേറ്റ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളി അത് വായിക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിക്വയർ
പ്രയോറിറ്റൈസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഇതിനെ പറ്റിയുള്ള വാക്കുകൾ, സ്ട്രാറ്റജിക് വേർഡ്സ് നമ്മൾ പറഞ്ഞു. ബെസ്റ്റ്, മോസ്റ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ്, ഇനീഷ്യൽ, അല്ലെങ്കിൽ പ്രൈമറി, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാ, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഏതാ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം എന്ന് നമ്മൾ, അപ്പൊ ഈ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ ഇത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കാരണം ഈ NCLEX RN എക്സാമിൽ വരുന്ന മിക്കവാറും ചോദ്യങ്ങൾ എല്ലാം ഉത്തരം കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ NCLEX RN എക്സാമിനെ പറ്റി ഓർത്തിരിക്കേണ്ടത്, ഈ NCLEX RN എക്സാമിന് വരുന്ന ഒരു ചോദ്യത്തിന് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഓക്കെ, ഈ ഓപ്ഷൻസിനകത്ത് ഒരു ഓപ്ഷൻ പോലും തെറ്റ് ഓപ്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ പോസിബിൾ ആൻസേഴ്സ് ആണ്. അതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ ബെസ്റ്റ് അതിനാണ് പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ ജനറൽ ആയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും. ABC. ഓക്കെ, എന്താണ് ABC? നമുക്കറിയാം, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ. നമ്മൾ ആ ഓർഡറിലാണ് നമ്മൾ സാധാരണ നമ്മളൊരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നതൊക്കെ. ഈ ABC, പിന്നെ ABCDEFG ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമുക്ക് പിന്നെ കാണാവുന്നതാണ്. അതുകൂടാതെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഇത് ചിലപ്പോൾ പലർക്കും അത്ര പരിചയം കാണത്തില്ലായിരിക്കും. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്, നഴ്സിംഗിൽ പഠിച്ചതാണ്. അത് നമുക്ക് പിന്നെ ഒന്നും കൂടെ നമുക്ക് പിന്നെയും പഠിക്കാം. പിന്നെ സ്റ്റെപ്സ് ഓഫ് ദി നഴ്സിംഗ് പ്രോസസ്, അത് എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ABC, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആലോചിക്കണം, ഇതിനകത്ത് എയർവേ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് കാര്യം ആദ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത്, ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഇതിനകത്ത് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ എയർവേക്ക് ഒബ്സ്ട്രക്ഷൻ ഉള്ള അതിനെ ട്രീറ്റ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കുക, അതാണ് ഉത്തരം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എയർവേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഓപ്ഷനകത്തില്ല. അപ്പൊ നമുക്ക് ഇപ്പം ബ്രീതിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബ്രീതിങ് മോണിറ്റർ ചെയ്യുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ബ്രീതിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയോ എന്തെങ്കിലും ചോദ്യം, എന്തെങ്കിലും ഓപ്ഷൻ തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ സർക്കുലേഷൻ. പിന്നെ അങ്ങോട്ട് താഴോട്ട് എല്ലാം വരുന്നുണ്ട്, ഡയറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഡ്രഗ്, അങ്ങനെയൊക്കെയുള്ള പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ABC, ഇതാണ് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ABCയിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്താണ്, CPR അല്ലെ, കാർഡിയോ പൾമനറി റീസസിറ്റേഷൻ ചെയ്യുന്ന കേസിൽ നമ്മൾ CAB എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സർക്കുലേഷനാണ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ കംപ്രഷൻ, ചെസ്റ്റ് കംപ്രഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എയർവേയിലേക്ക് പോകുന്നത്. പിന്നെ ബ്രീതിങ്, അങ്ങനെ ആ ഓർഡറിൽ പോകും. ഓക്കെ, ഇനി ഇപ്പം ആ ABC മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, നമ്മളുടെ നീഡ്സിന് ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പൊ ആ നീഡ്സിന്റെ ഹൈറാർക്കി എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, പിന്നെ അതിനേക്കാൾ മുകളിൽ, അങ്ങനെ ഒരു 5 ലെവൽസ് ഓഫ് നീഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതെല്ലാം നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുത്തുന്നിരിക്കും. അപ്പോൾ ഈ അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഒരാളിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യണം. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മളുടെ എയർ ഫുഡ് വാട്ടർ, പിന്നെ അതുപോലെ സ്ലീപ്പ്, സെക്സ്, കംഫർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ, നമ്മുടെ ബോഡിലി നീഡ്സ്. അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബോഡിലി നീഡ്സ്. ഈ ബോഡിലി നീഡ്സിനകത്ത് പെടും നമ്മളുടെ എയർവേ, ABC ഒക്കെ. അപ്പോൾ അത് എയർവേയും ബ്രീതിങ്ങും സർക്കുലേഷനും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉറക്കം. അങ്ങനെ അതിനകത്ത് തന്നെ ഇപ്പം നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പെയിൻ മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് വരും. അങ്ങനെ അത് പെയിൻ എന്ന് പറയുന്നത് വീണ്ടും അതിനകത്ത് കംഫർട്ട് ലെവലിലേക്കൊക്കെ പോകും. എനിവേ ഫിസിയോളജിക്കൽ, ഇപ്പം പെയിനും ഒരു ഫിസിയോളജിക്കൽ നീഡ് തന്നെയാണ്. പെയിൻ ഇല്ലാതെ പെയിൻലെസ് ആയിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുക, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി, സെക്യൂരിറ്റി. നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കുക. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ സേഫ്റ്റി സെക്യൂരിറ്റിക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത് പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സേഫ്റ്റി സെക്യൂരിറ്റിക്കകത്ത് വരുന്നത്. പിന്നെ അതും മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്. ലവ് ആൻഡ് ബിലോങ്ങിങ്ങിനകത്താണ് നമുക്ക് നമ്മൾ വിസിറ്റേഴ്സിനെയൊക്കെ അലോ ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് ICUലാണെങ്കിൽ വിസിറ്റേഴ്സിനെ അലോ ചെയ്യണോ വേണ്ടയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് ICUലാണെങ്കിൽ നമ്മൾ റിലേറ്റീവിനെ അലോ ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, NCLEX സാറിന് എക്സാമിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടല്ല. യു ഷുഡ് തിങ്ക് ഹൗ ആൻ ഐഡിയൽ നേഴ്സ് വിൽ റിയാക്ട്, അല്ലെങ്കിൽ ഹൗ ആൻ ഐഡിയൽ നേഴ്സ് വിൽ ആക്ട് എന്ന് ആലോചിച്ചിട്ട് വേണം അതിന് ഉത്തരം എഴുതാൻ. അപ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ് കഴിഞ്ഞിട്ട് സെൽഫ് എസ്റ്റീം നീഡ്. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് റെസ്പെക്ട്. ഓക്കെ, ഒരു നീഡ് ഫോർ റെക്കഗ്നിഷൻ, റെസ്പെക്ട്, അതൊക്കെ. പിന്നെ ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഐ ഹാവ് റീച്ച്ഡ് ആൻ ഓപ്റ്റിമം ലെവൽ എന്നുള്ള ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്കൊക്കെ നമ്മൾ പോകുന്നു. ഐ എം സാറ്റിസ്ഫൈഡ്. അതിനകത്ത് നമ്മൾ പിന്നെ അതിനകത്തൊക്കെ കുറേ നമ്മുടെ സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഒന്നും കൂടെ പറയാം. അതിനകത്ത് ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്താൽ അടുത്ത ലെവലാണ് സേഫ്റ്റി സെക്യൂരിറ്റി. ഈ ഫിസിയോളജിക്കൽ നീഡ്സിനകത്ത് നമ്മളുടെ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ വരും. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ, ട്രീറ്റ്മെന്റ്, അതെല്ലാം ഈ ഫിസിയോളജിക്കൽ നീഡ്സിനകത്താണ് വരുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് സേഫ്റ്റി സെക്യൂരിറ്റി. ഇപ്പം നമ്മളൊരു മെഡിസിൻ, ഇത് കുറച്ച് ഒരു ഓവർലാപ്പ് ചെയ്തും വരും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ആ ഇൻഫെക്ഷന് നമ്മൾ ആൻറ്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് കംസ് അണ്ടർ ഫിസിയോളജിക്കൽ നീഡ്സ്. പക്ഷെ ആ ആൻറ്റിബയോട്ടിക് അതിൻ്റെ കറക്റ്റ് ഡോസിൽ പ്രോപ്പർ ടൈമിൽ എക്സാക്ട് റൂട്ടിൽ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു സേഫ്റ്റി നീഡ്സാണ്. ഓക്കെ, സേഫ്റ്റി നീഡ്സിന്റെ കീഴിൽ വരും. പിന്നെ അപ്പം ഫിസിയോളജിക്കൽ നീഡ്സ്, രണ്ടാമത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, മൂന്നാമത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്, നാലാമത്തത് സെൽഫ് എസ്റ്റീം, ആൻഡ് ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് അറിയാം, കാരണം സ്റ്റെപ്സ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റെപ്സ് നമ്മൾ വളരെ ചുരുക്കി, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെന്റ് കഴിഞ്ഞാൽ നമുക്കറിയാം ഡയഗ്നോസിസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഡയഗ്നോസിസും ഈസ് ഓൾസോ പാർട്ട് ഓഫ് അസസ്മെന്റ്. നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, അസസ് ചെയ്യുന്നു, പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. അപ്പം അസസ്മെന്റ്, അനാലിസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ, ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഈ ഓർഡറിലാണ് നമ്മൾ വീണ്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതെന്തായി പറയുന്നത്. അപ്പം അവിടെ ഈ അസസ്മെന്റ്, അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതൊരു അസസ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അസസ് ചെയ്യേണ്ടത് എന്താണ്.
അതായിരിക്കും നമ്മളുടെ ഉത്തരം ആയിട്ട് വരുന്നത്. പിന്നെ അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞ കീവേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് വേർഡ്സ്, ഫസ്റ്റ്, ഇമ്മീഡിയറ്റ്, ഇനീഷ്യൽ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ. ഇനി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത് അസസ് ചെയ്യുന്ന കാര്യമല്ല, അസസ്മെന്റ് അല്ല ചോദിച്ചിരിക്കുന്നത് എങ്കിൽ പിന്നെ അടുത്തത് എന്താ, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചില ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ഈ ആദ്യത്തെ അസസ്മെന്റിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു ഹയർ ലെവൽ ഓഫ് അനാലിസിസിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള ആൻസർ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇന്റർവെൻഷൻ എന്ത് ചെയ്യും, എന്താണ് ചെയ്യുന്നത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു മെഡിസിൻ കൊടുത്തു, അത് ഇഫക്റ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആന്റി ഹൈപ്പർടെൻസീവ് കൊടുത്തു, അത് ഇഫക്റ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ നമ്മൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. ആന്റി ഹൈപ്പർടെൻസീവ് കൊടുത്താൽ എന്താ സംഭവിച്ചെന്ന് പറയണമെങ്കിൽ അപ്പോൾ അത് ഇവാലുവേഷൻ, ദാറ്റ് കംസ് അണ്ടർ ഇവാലുവേഷൻ എന്ന് ഓർക്കുക. അപ്പോൾ ഇതാണ് നഴ്സിംഗ് പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്ത ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, അത് ഓർക്കുക. ഓക്കെ. പിന്നെ അടുത്ത നമ്മൾ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനകത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പേഷ്യൻറ്റിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതിന് അങ്ങനെ ചെയ്തത് ശരിയാണ്, ഈ ചെയ്തത് ശരിയാണ് എന്ന രീതിയിൽ നമ്മൾ പൊതുവെ സംസാരിക്കാറില്ല. നമ്മൾ അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസിലും നമ്മൾ മെയിനായിട്ട് നമ്മൾ നീ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, കൂടുതൽ നമ്മൾ അതിനെ കൂടുതലൊന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ടെൽ മീ വാട്ട് കൺസേൺസ് യു ഹാവ്, അങ്ങനെ വാട്ട് കൺസേൺസ് യു ഹാവ് അബൌട്ട് ദ സർജറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ പറയാൻ നീ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ നീ ചെയ്തത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം. ഓക്കെ. പിന്നെ അപ്പം അത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് എലിമിനേറ്റിംഗ് കമ്പയറബിൾ ഓർ എലൈക്ക് ഓപ്ഷൻസ്. ഓക്കെ. അപ്പോൾ അത് ഒരു ടെസ്റ്റ് ടേക്കിംഗ് ഒരു സ്ട്രാറ്റജിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 4 ഓപ്ഷൻ, അത് 2 ഓപ്ഷൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 2 ഓപ്ഷനിൽ നമ്മൾ പലപ്പോഴും സ്റ്റക്ക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ നോക്കുക, ബി ഓപ്ഷൻ ശരിയാണെങ്കിൽ ഡി ഓപ്ഷനും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് രണ്ടും പറയുന്നത് ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയാം, ഒരു ഓപ്ഷനകത്ത് പറയുക പേഷ്യൻ്റ് വിത്ത് പേഷ്യൻറ്റിന് ഇലിയോസ്റ്റമി ഉള്ള പേഷ്യൻ്റ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സക്ഷനിങ് ഉള്ള പേഷ്യൻ്റ്. അപ്പോൾ ഈ ഇലിയോസ്റ്റമിയിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സക്ഷനിലും രണ്ടിലും സംഭവിക്കുന്നത് ഫ്ലൂയിഡും ഒക്കെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അത് രണ്ട് ഇലിയോസ്റ്റമി കറക്റ്റ് ആണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സക്ഷനിങ് ഓപ്ഷനും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. സോ യു ക്യാൻ എലിമിനേറ്റ് ബോത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ബാക്കി 2 ഉള്ളൂ. അതിനകത്തുനിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില എലിമിനേറ്റ് ഓപ്ഷൻസ് കണ്ടെയ്നിങ് ക്ലോസ്ഡ് എൻഡഡ് വേർഡ്സ്. ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ചില വാക്കുകൾ ഒരു ഓപ്ഷനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും തെറ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്, ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള വേർഡ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾ, ഓൾവേസ്, എവ്രി, മസ്റ്റ്, നൺ, നെവർ,
ഓൺലി എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകൾ. കാരണം അതൊക്കെ കാണിക്കുന്ന ഒരു എക്സ്ട്രീമിറ്റിയാണ്. എക്സ്ട്രീം നിങ്ങൾക്ക് അതല്ലാതെ യു മസ്റ്റ് ഡു ദിസ് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ വരുന്നത് പലപ്പോഴും തെറ്റാകാനുള്ള സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില വാക്കുകൾ നമ്മൾ പറയും ഓപ്പൺ എൻഡഡ് വേർഡ്സ് എന്ന് പറയും. അങ്ങനത്തെ വാക്കുകൾ പലപ്പോഴും കറക്റ്റ് ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ യു മേ അല്ലെങ്കിൽ ഇറ്റ് മേ, യൂഷ്വലി, നോർമലി, കോമൺലി, ജനറലി എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാക്കുകൾ വരുന്ന ഓപ്ഷൻസ് മിക്കവാറും കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ അംബ്രല്ല ഓപ്ഷൻ. ഓക്കെ, അംബ്രല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ അംബ്രല്ല വിച്ച് വിൽ കവർ എവറിത്തിങ്. ഓക്കെ, ചില ഓപ്ഷൻസിനകത്ത് നമ്മളിപ്പോൾ ഈ ബിയും സിയും നോക്കുമ്പോഴത്തേക്കും ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ബിക്കകത്ത് പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഒരു ഓപ്ഷൻ പറയുന്നു മോണിറ്റർ വൈറ്റൽ സൈൻസ്, അടുത്ത ഓപ്ഷൻ പറയുന്നു മോണിറ്റർ BP. ഓക്കെ, അപ്പൊ ഈ മോണിറ്റർ BP എന്ന് പറയുന്നത് മോണിറ്റർ വൈറ്റൽ സയൻസിനകത്ത് വരുന്ന ഓപ്ഷനാണ്. അപ്പൊ അവിടെ മിക്കവാറും ഈ മോണിറ്റർ BPയെക്കാളും കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് മോണിറ്റർ വൈറ്റൽ സയൻസ്. ഓക്കെ, അപ്പൊ അതായിരിക്കും കറക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ ചില ഓപ്ഷൻസ് ഒക്കെ തന്നേക്കാം. ഓപ്ഷൻസിനകത്ത് എൻഡറിക് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, വെയറിംഗ് ഗ്ലൗസ് ആൻഡ് മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം എൻഡറിക് ഓപ്ഷനകത്ത് എൻഡറിക് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ്, വെയറിംഗ് ഗ്ലൗസ് ആൻഡ് മാസ്ക് ഇതെല്ലാം ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ പിന്നെ അവിടെ വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ആയിരിക്കും അവിടുത്തെ ആൻസർ വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഒക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം എപ്പോഴും ആപ്ലിക്കബിൾ ആകണമെന്നില്ല. പക്ഷെ വെൻ യു ആർ സ്റ്റക്ക് വിത്ത് 1 or 2 ഓപ്ഷൻസ് ഇങ്ങനത്തെ ചില പൊടിക്കൈകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. താഴെ പറയുന്ന അതിൽ ഏത് ഡ്യൂട്ടിയാണ് നമുക്കൊരു അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ USA, കാനഡ അതിലൊക്കെയുള്ള അവിടുത്തെ ഒരു നഴ്സിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 തരത്തിലുള്ള നഴ്സസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ NCLEX RN ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു വർക്ക് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സ് മാത്രമല്ല അവിടെ വേറൊരു കൂട്ടരുണ്ട്, ലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. ഓക്കെ, എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്. അതുപോലെ തന്നെ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ. അങ്ങനെ 3 രീതിയിലുള്ള നഴ്സുമാരാണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ UAP അല്ലെങ്കിൽ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ അവരാണ് ഏറ്റവും ലോവർ റേഞ്ചിൽ, അല്ലെങ്കിൽ അവർ ഈവൻ നഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആകണമെന്നില്ല. അപ്പൊ അവര് ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ കെയർ, ഓക്കെ, ബാത്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ റേഞ്ച് ഓഫ് മോഷൻ എക്സർസൈസസ്, മുടിയൊക്കെ ചീകി കെട്ടി ഡ്രസ്സൊക്കെ മാറ്റിച്ച് നല്ല ടിപ് ടോപ്പായിട്ടൊക്കെ പേഷ്യൻറ്റിനെ ഇരുത്തുക. അതുപോലെ ആംബുലേഷൻ, ഹൈജീൻ മെഷേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ജനറലി അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലാണ് ചെയ്യുക. ഇനി ഈ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് LPN എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലികൾ എന്ന് വെച്ചാൽ ഈ UAP അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ ചെയ്യുന്ന എല്ലാ ജോലിയും ഇവർക്കും ചെയ്യാം. പ്ലസ് ഇവർക്ക് കുറച്ചും കൂടെയൊക്കെ ഇൻവേസീവ് ആയിട്ടുള്ള ടാസ്കുകൾ എന്ന് വെച്ചാൽ ഡ്രസ്സിങ്, സക്ഷനിങ്, അതുപോലെ യൂറിനറി കത്തീട്രൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ കൊടുക്കാം, പക്ഷെ IV കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബാക്കി എല്ലാ റൂട്ടിലുള്ള മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഈ പിഗ്ഗി ബാക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഓൾറെഡി പോകുന്ന ഒരു IV ഫ്ലൂയിഡിന്റെ കൂട്ടത്തിൽ ഒരു മെഡിസിൻ ആഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റും. പിന്നെ അതുപോലെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് നേഴ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു, ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ റീഇൻഫോഴ്സ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി രജിസ്റ്റേർഡ് നേഴ്സിന്റെ കാര്യം പറയാനായി വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞതെല്ലാം രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യണം. നേഴ്സിന് ചെയ്യാം പ്ലസ്, അല്ലെങ്കിൽ ഓർക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു നഴ്സിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്
ആരാണ്? രജിസ്റ്റേർഡ് നേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ജോലി എന്ന് വെച്ചാൽ അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, പിന്നെ അതുപോലെ മറ്റു അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും, അതുപോലെ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് കൊടുക്കുന്നതും, അതുപോലെ IV മെഡിക്കേഷൻസ് രജിസ്റ്റേർഡ് നേഴ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് കൂട്ടരും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെലിഗേഷനും അസൈൻമെന്റ് ആ രണ്ട് വാക്കുകളിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ യു ആർ ഡെലിഗേറ്റിംഗ് ആൻ ആക്ഷൻ, ഒരു ആക്ഷനാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതേസമയം അസൈനിങ് എ പേഷ്യന്റ്, അത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് വേറൊരു രജിസ്റ്റേർഡ് നേഴ്സിന് മാത്രമേ നമുക്കൊരു പേഷ്യന്റിനെ കംപ്ലീറ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി രണ്ട് കൂട്ടർക്കും, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ് ആയിക്കോട്ടെ, അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ ആയിക്കോട്ടെ, അവിടെ നമ്മൾ ആ കെയർ മാത്രമാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ലൈസ് ഓൺ ദി രജിസ്റ്റേർഡ് നേഴ്സ്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ആൻസറിങ് ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ്. ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് പലർക്കും ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താ പറയുന്നത്, ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ഒത്തിരി അങ്ങനെ കണ്ടമാനം സാധാരണ വരാറില്ല. പറഞ്ഞ് വരത്തേയില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ കുറേയൊക്കെ ഓർത്തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ചില കാര്യങ്ങളിൽ. എന്നാലും ജനറലി നമ്മൾ കുറേ കാര്യങ്ങൾ കുറച്ച്, ഇപ്പം നമ്മളിപ്പോൾ ഒരു NCLEX സാറിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനേഴ്സൊക്കെ പറയും ഈ മെഡിസിനൊക്കെ അതെല്ലാം ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ആ മെഡിസിൻസിൻ്റെ പേര്, ആക്ഷൻ, സൈഡ് ഇഫക്റ്റ്, റൂട്ട്, ഡോസേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും, ആൻറ്റിഡോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊരു ഹാൻഡ്ഫുൾ ഓഫ് അത് നമ്മൾ പഠിച്ചിരിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ച ബുദ്ധി വെച്ച്, നമ്മൾ ഓർമ്മ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓർക്കുക, നമ്മൾ അതിൻ്റെ ജനറിക് നെയിമും തന്നിട്ടുണ്ടായിരിക്കും, എന്ന് വെച്ചാൽ ഫാർമക്കോളജിക്കൽ നെയിമും തന്നിട്ടുണ്ടായിരിക്കും, ട്രേഡ് നെയിമും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ പലപ്പോഴും നമ്മൾ ചുമ്മാ നേരെ ഒരു മെഡിസിൻ്റെ പേര് തന്നിട്ട് ഈ മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്, അങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്കും അപ്പം ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊരു ചെറിയൊരു ക്ലൂ ഒക്കെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൈഡ് ഇഫക്റ്റും ടോക്സിക് ഇഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എപ്പോഴും ഓർക്കുക, താഴെ പറയുന്നതിൽ ഏതാണ് ഈ മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് ഈ മെഡിസിൻ്റെ ടോക്സിക് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർക്കുക, സൈഡ് ഇഫക്ട്സ് എപ്പോഴും മൈൽഡ് ആയിരിക്കും, അതേസമയം ടോക്സിക് ഇഫക്ട്സ് എപ്പോഴും കുറച്ച് സീരിയസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ തന്നിരിക്കുന്നതിനകത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളതായിരിക്കും ടോക്സിക് ഇഫക്റ്റ് എന്ന് ഓർക്കുക. അത്ര കുഴപ്പക്കാരനല്ലാത്ത ഇഫക്റ്റ് ആയിരിക്കും സൈഡ് ഇഫക്റ്റ് എന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ചില മെഡിസിനെ അതിൻ്റെ കുറച്ച് കോമൺ സൈഡ് ഇഫക്ട്സ് ഒക്കെ നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. പലപ്പോഴും നമ്മളിപ്പം ഇപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷനുള്ളൊരു മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ബ്ലഡ് പ്രഷർ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആപ്ലിക്കബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ ചില മെഡിസിൻസിൻ്റെ കോമൺ ആയിട്ടുള്ള പേരുകൾ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബീറ്റാ ബ്ലോക്കർ ലോൾ കൂട്ടി വരുന്നത് ഒക്കെ, അറ്റനലോൾ എന്ന് പറഞ്ഞാൽ അത് ബീറ്റാ ബ്ലോക്കർ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ചിലപ്പോൾ ചില മെഡിസിൻ്റെ പേരിൽ നിന്ന് നമുക്കൊരു ചെറിയ ക്ലൂ ഒക്കെ കിട്ടും. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ലോവർ ചെയ്യാനുള്ളതാണ് എന്നൊക്കെ. അതുപോലെ വാസോപ്രസിൻ എന്ന് വെച്ചാൽ വെസലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ടെക്നിക്കൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ അതുപോലെ കാൽക്കുലേഷൻസ് നമുക്കറിയാം, കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ 1-2 ഫോർമുലയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 പോയിന്റ് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ അൻറ്റാസിഡ് എന്ന് പറയുന്ന സാധനം, അൻറ്റാസിഡ് ഓർക്കാൻ നമ്മളെപ്പോഴും ആൻറ്റി ആസിഡ്, അതെപ്പോഴും നമ്മളൊരു ഫുഡിന് ശേഷം അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് 1 മണിക്കൂറിന് ശേഷമൊക്കെയാണ് അൻറ്റാസിഡ് കഴിക്കുക. എപ്പോഴും ഓർക്കുക, അൻറ്റാസിഡ് നമ്മൾ വേറെ ഒന്നിൻ്റെയും കൂട്ടത്തിൽ വേറൊരു മെഡിസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അൻറ്റാസിഡ് കഴിക്കത്തില്ല. പിന്നെ അതുപോലെ എൻറ്ററിക് കോട്ടഡ് ആയിട്ടുള്ള
നമ്മളൊക്കെ ഇങ്ങനെ നല്ല ചുമന്നും മഞ്ഞയും കളറിലൊക്കെ ഇരിക്കുന്ന ഇൻഡറിക്കോട്ടഡ് അറിയാമല്ലോ, അങ്ങനത്തെ മെഡിസിൻസ് നമ്മളുടെ ഡെപ്പിനൊക്കെ പോലത്തെ അങ്ങനത്തെ ഇൻഡറിക്കോട്ടഡ് ആയിട്ടുള്ള മെഡിസിൻ ഒരിക്കലും നമ്മൾ മുറിച്ച് ക്രഷ് ചെയ്ത്, അതുപോലെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് അങ്ങനെ നമ്മൾ കഴിക്കത്തില്ല. പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു ക്ലയന്റിനോട്, പേഷ്യന്റിനോട് നമ്മൾ ഒരിക്കലും മെഡിസിൻ്റെ ഡോസ് കുറച്ചോ കൂട്ടിക്കോ, അല്ലെങ്കിൽ നമ്മൾ നേഴ്സ് ഒരിക്കലും പറയത്തില്ല നീ നിനക്ക് ഛർദിയാണോ എന്നാ നീ ആ മെഡിസിൻ ഇന്ന് കഴിക്കണ്ട, അല്ലെങ്കിൽ നിന്റെ ബ്ലഡ് ഷുഗർ കുറഞ്ഞിരിക്കുവാണോ എന്നാ നീ ഇന്ന് ഇൻസുലിൻ എടുക്കണ്ട. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ പേഷ്യന്റിനോടോ നിനക്ക് BP കുറയുമ്പോൾ നീ മെഡിസിൻ കുറച്ച് കഴിച്ചാൽ മതി, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയത്തില്ല എന്ന് ഓർക്കുക. അപ്പം മെഡിസിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഡിസ്കണ്ടിന്യൂ നേഴ്സ് ചെയ്യുന്നില്ല, നേഴ്സോ പേഷ്യന്റോ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അതിനെ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കാനായിട്ട് ചെന്നു, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിജോക്സിൻ കൊടുക്കാനായിട്ട് ചെന്നു, അപ്പോൾ പേഷ്യന്റ് പറയുക ഞാൻ വോമിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ വോമിറ്റിംഗ് ഒക്കെ ഡിജോക്സിന്റെ ഒരു ടോക്സിക് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പേഷ്യന്റ് വോമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ഡിജോക്സിൻ ഇതിലൂടെ അങ്ങ് കഴിച്ചു എന്ന് പറയരുത്. നമ്മൾ വിത്ത് ഹോൾഡ് എന്നുള്ള വാക്ക്, വിത്ത് മെഡിസിൻ ആൻഡ് ഇൻഫോം ദ ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ട് ഡോക്ടർ തീരുമാനിക്കും എന്നാ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ അതും വേറൊരു ടെസ്റ്റ് ടേക്കിംഗ് ടിപ്പാണ് കേട്ടോ. നേഴ്സിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഡോക്ടറെ വിളിക്കുക. അപ്പോൾ ചിലപ്പോൾ ചില ഓപ്ഷൻസിനകത്ത് ഇൻഫോം ദ ഡോക്ടർ അല്ലെങ്കിൽ കോൾ ദ ഡോക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു തെറ്റ് ഓപ്ഷൻ ആകാനുള്ള സാധ്യതയുള്ളത്. കാരണം NCLEX RN എക്സാമിൽ നേഴ്സ് എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. നേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നേഴ്സ് എന്ത് ചെയ്യുമെന്നാണ് എഴുതുന്നത്, അല്ലാതെ ഡോക്ടറെ വിളിക്കുക എന്നല്ല. പക്ഷെ ഡോക്ടറെ വിളിക്കുന്നത് രണ്ട് സാധ്യതകളിലാണ്. ഒന്ന്, നമുക്ക് ചെയ്യാനുള്ള, നേഴ്സിന് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ഡോക്ടറാണ് ചെയ്യേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യു ഹാവ് ഒബ്സർവ് ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഡെവലപ്പിംഗ് സം സൈൻസ് ഓഫ് കോംപ്ലിക്കേഷൻസ്. പേഷ്യൻ്റിന് എന്തോ കോംപ്ലിക്കേഷൻ പ്രോബ്ലം ഡോക്ടർ വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ മെയിനായിട്ടും ഡോക്ടറെ വിളിക്കുക എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആകാനുള്ള സാധ്യത ഉള്ളത്. പിന്നെ അതുപോലെ നമ്മൾ മിക്കവാറും സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻ്റ് ആൽക്കഹോൾ എടുക്കാൻ പാടില്ല, അതുപോലെ പ്രിസ്ക്രിപ്ഷനകത്ത് എന്തെങ്കിലും തെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് ചോദിക്കണം. പിന്നെ അതുപോലെ ഒരു ആവറേജ് കൈൻഡ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡോസസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള തിയറി നോളജ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഓക്കെ, ഞാൻ പൊതുവെ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നമ്മൾ നേഴ്സസിനോട് പൊതുവെ നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സൊക്കെ പറയുന്ന കാര്യമാണ്, എ നേഴ്സ് ഷുഡ് ഹാവ് നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. 3 കാര്യങ്ങളാണ് വേണ്ടത്. ആ 3 കാര്യങ്ങളാണ് നമുക്കൊരു NCLEX RN എക്സാം പാസ്സാകണമെങ്കിൽ നമുക്ക് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. നോളജ് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് തിയറി നോളജ് നമുക്കുണ്ടായിരിക്കണം. അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽ, തിയറി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. അതിന് ഈ ടെസ്റ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ്, ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഈ നോളജ് ആൻഡ് സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, നൗ ഐ ആം ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാം, അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ.